അപ്പം ഇന്നൊരു ബിസി ഡേ ഇൻ മൈ ലൈഫ് ആയാലോ. അപ്പം ഇന്ന് ഒരു സ്ഥലം വരെ പോയിട്ടോടെ ഇനിയിപ്പോൾ കുക്ക് ചെയ്യാനൊന്നും ടൈമില്ല. അപ്പം നമ്മൾ പൊറാട്ട വാങ്ങിയിട്ട് അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് എന്നിട്ടാണ് നല്ല പോണത്. നമ്മൾ പെരിന്തൽമണ്ണക്കാണ് പോണത്. എന്തിനാ വെച്ചാൽ ഇൻ്റെ പല്ലിൻ്റെ കമ്പി ടൈറ്റ് ആക്കാനാണ്. പെരിന്തൽമണ്ണ MAസിൽ വെച്ചിട്ടാണ് ഇൻ്റെ പല്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പിന്നെ ഡോക്ടർ കണ്ട് പല്ലിൻ്റെ കമ്പിയൊക്കെ ടൈറ്റ് ആക്കി. പിന്നെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ തന്നെ അത്യാവശ്യം ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളൊരു ഫുഡ് കോർട്ടിൽ നിന്ന് ചായയും ചിക്കൻ റോളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഉമ്മാൻ്റെ ഒരു പല്ല് നല്ല കേടായിട്ട് എടുക്കുകയാണ്. അപ്പം ഉമ്മ ഇങ്ങനെ നാളാവട്ടെ പിന്നെ കാണിക്കാൻ പിന്നെ ലോട്ടറി വേറിയണ പോലെയാണ് എൻ്റെ അമ്മ കൊണ്ട് നടന്നിട്ടുണ്ടായിന്. അപ്പോൾ ഇന്ന് ഞാൻ നിർബന്ധിച്ചിട്ട് ഇന്ന് കാണിച്ചിട്ടേ പോകണമല്ലോ എന്ന് പറഞ്ഞിട്ട് മഴ നിർത്തിയിട്ട് അങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോയിൻമെൻറ്റ് എടുത്തു. ഞാനാണെങ്കിൽ പിന്നെ മൊത്തത്തിൽ അങ്ങോട്ട് പോസ്റ്റ് ചെയ്യുന്നു. പിന്നെ അവിടുന്ന് എക്സ്റേ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എക്സ്റേ ഒക്കെ എടുത്തിട്ട് പിന്നെ ഡോക്ടർ കാണാൻ പോയി. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് സംഭവം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, ഒരു ചെറിയ സർജറി ആവശ്യമുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അടുത്ത മാസത്തിൻ്റെ ഒരു സർജറിക്ക് ഡേറ്റ് ഒക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ നേരെ പോകുന്നു. പിന്നെ നമ്മൾ പാർക്കിംഗ് ഏരിയ വന്ന് നോക്കുമ്പോൾ നമ്മൾ വണ്ടി അവിടെ കാണാനല്ല, സെക്യൂരിറ്റി ജസ്റ്റ് ഒന്ന് സ്ഥലം മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ എപ്പോഴും കണ്ടൊരു വ്യൂ ആണ് ഇത്. അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ ഇതുവരെ അവിടെ ഇറങ്ങിയിട്ടില്ലായിരുന്നു. നട്ടുച്ച നേരമാണ്, അതിങ്ങനെ ടൈമൊന്നും നിന്നിട്ടില്ല. നമ്മൾ നേരെ പോന്നിക്കാണ്. പിന്നെ നമുക്കിപ്പോൾ ബാങ്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് പൊരിക്കടികളൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ നേരെ വീട്ടിൽ പോന്നിക്കാണ്. പിന്നെ ആ ക്ഷണത്തിൽ ഞാൻ ഉറങ്ങിയിട്ട് പിന്നെ നൈറ്റാണ് എണീക്കുന്നത്. പിന്നെ നൈറ്റ് ഫുഡൊക്കെ കഴിച്ച് പിന്നെയും കിടന്നുറങ്ങി. അപ്പം എന്നിട്ടേക്ക് ഇത്രേ ഉള്ളൂ.